ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് സത്യാമ്മയും രാഘവേട്ടനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂറ് വരെയാണ്. നിങ്ങൾ അതാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കേൾക്കുമ്പോൾ തന്നെ രാജൻ ചോദിക്കും, എന്താ മോളെ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അത് പിന്നെ വിഷ്ണുവേട്ടനെ ഓടിച്ചിരുന്ന ലോറിയില് സ്പിരിറ്റ് കടത്തിയെന്ന പേരില് പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ന്യൂസ് ചാനലൊക്കെ അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണുവേട്ടൻ പോലീസുകാരെ വെട്ടിച്ച് ഓടുന്നത് വിഷ്വൽസ്. കൂടെ ഉണ്ടായിരുന്ന കമലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ ഇവർ രണ്ടുപേരും ഞെട്ടും. ഭാമ പറയും, എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. രാഘവേട്ടനും പറയും, എന്റെ കുഞ്ഞൊരിക്കലും അത് ചെയ്യില്ല, ഇത് ചതിയാണ്, ആരോ വെച്ച കെണിയാ, അതില് അവൻ വീണുപോയതാ. നൂറ് പറയും, വിഷ്ണുവേട്ടനെ അറിയാവുന്നവർക്കൊക്കെ അതറിയാ അച്ഛാ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വിഷ്ണുവേട്ടനെ സേഫ് ആക്കാന്നുള്ളതാ. ഭാമ പറയും, ഞാൻ ആ ദാസിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയാൾ ചെയ്യും. അങ്ങനെ ഭാമ അയാളെ വിളിക്കും. രാഘവേട്ടൻ പറയും, ശത്രുക്കളാ, ചുറ്റിനും ശത്രുക്കളാണ്. ഇതേസമയം ഭാമ വിളിക്കുമ്പോ അയാൾ കോൾ എടുക്കുന്നില്ല രാഘവേട്ടൻ പറയും, ഇതെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കളിയാ, എടുക്കില്ല ഭാമയെ, എടുക്കില്ല. രാഘവേട്ടൻ പറയും, ഇത് ചതിയാണ്, എല്ലാരും കൂടി ചേർന്നുള്ള ചതി. ഭാമ പറയും, സമയദോഷ അനുഭവിക്ക, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ, ഈ പണി വേണ്ട, ഇതൊരു അപകടം പിടിച്ച പണിയാണ്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, അന്നൊന്നും അവൻ കേട്ടില്ല. അനുഭവിക്ക, എനിക്ക് ആദ്യം വിളിച്ച് ചാവാൻ വയ്യ, മോളെ ഒന്ന് വിളിച്ചു നോക്ക്, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നെഹ്റു പറയും, ഈ ഒരു അറിഞ്ഞപ്പോഴേ ഞാൻ വിളിച്ചത്, സത്യമേ സ്വിച്ച് ഓഫ് ആണ്. ഒരു കുഴപ്പത്തിൽ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ വിഷ്ണുട്ടിന് പിന്നെ ഫോൺ ഓണാക്കി വെക്കില്ലല്ലോ. എന്റെ കുട്ടിയെ ഒരു ആപത്ത് വരുത്താതെ കാത്തോളണേ എന്നിങ്ങനെ രാഘവേട്ടൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുബൈർക്ക ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുക. അവിടെ ആളൊഴിഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് വിഷ്ണു എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുമ്പോ വിഷ്ണു ഉണ്ടാകും താഴത്തെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്നത്. വേറെ ആരുമില്ല, ഈ സ്ഥലം അത്ര പെട്ടെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാനാവില്ല വിഷ്ണു. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ നിന്നെ ഇതിനകത്തുനിന്ന് കൊണ്ടുപോകാനും കഴിയില്ല, ചുറ്റും ആൾക്കാരാ, നമ്മുടെ ആൾക്കാര്. അപ്പൊ വിഷ്ണു അറിയും, എന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ആവലാതിയോ ഒന്നും തന്നെ ഇല്ല സുബൈർക്ക. വീട്ടിലെ അച്ഛന്റെ കാര്യം ആലോചിച്ചിട്ടുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എന്റെ ഈ അവസ്ഥയില് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും ആദ്യം പിടിക്കുന്നതും അച്ഛൻ തന്നെയായിരിക്കും. സുബൈർക്ക പറയും, അക്കാര്യം ആലോചിച്ച് നീ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, അതുവരെ ഇവിടെ തന്നെ നിൽക്കണം. വിഷ്ണു പറയും, ശാലിനിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഈ കാര്യത്തില് അവൾ ആക്രോശിക്കപ്പെടുക. സുബൈർക്ക് പറയും, കമലം പറഞ്ഞത് തന്നെ ശരി, ഈ കെണി നിനക്കായിട്ട് ഒരുക്കിയതല്ല, നിന്നിലൂടെ അവർ വീഴ്ത്തിയത് ശാലിനി മേടത്ത് തന്നെയാണ്. അവനെന്തായാലും പിടികൊടുത്തത് നന്നായി, നിന്നെയാണ് കിട്ടിയിരുന്നെങ്കിലേ നിനക്കും കിട്ടിയനെ അവരുടെ കയ്യിൽ നിന്ന് പണി. അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം നിന്നെ അവര് പൂട്ടിയനെ. വിഷ്ണു അറിയും, അല്ലേക്ക കമലിന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന്. സുബൈർക്ക് പറയും, ആ കാര്യം വക്കീലായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴിയും നോക്കുന്നുണ്ട്. വിഷ്ണു അറിയും, ഇനി അറിയേണ്ടത് നമ്മുടെ ലോറിയിൽ ഇത് വെച്ചത് ആരാണെന്ന്. നമ്മുടെ നീക്കങ്ങളെല്ലാം ശരിക്കും അറിയുന്ന ആരോ ഒരാൾ, അതാരാണെന്ന് അറിയണം. നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളാണോന്ന് എനിക്ക് സംശയമുണ്ട്. സുബൈർക്കും നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? വിഷ്ണുക്കും ഉണ്ടോന്ന് ചോദിച്ചാലുണ്ട്, അത് ഉറപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ കൂടെ അറിയാനുണ്ട്. സുബൈർക്ക് ചോദിക്കും, തങ്കച്ചനാണോ? വിഷ്ണു അറിയും, സംശയം അവനെ തന്നെയാണ്. സുബൈർക്ക് പറയും, പക്ഷേ ഇങ്ങനൊരു യൂണിയൻ നേതാവിന്റെ സ്ഥാനത്തിരുന്നോണ്ട് ഇതുപോലൊരു തറവേല കാണിക്കാൻ അവൻ തയ്യാറാവുമോ? വിഷ്ണു അറിയും, അവനല്ലെങ്കിൽ അവന്റെ കൂട്ടാളികൾ ആരോ, അവരെ കൊണ്ട് അവൻ ചെയ്യിപ്പിച്ചതായാലും പോരെ. നമ്മുടെ റൂട്ടും കാര്യങ്ങളെല്ലാം വ്യക്തമായി ചോർത്തി കൊടുത്തു. സുബൈർക്ക് പറയും, അതുകൊണ്ടാ 2 കിലോമീറ്റർ ചുറ്റിയിട്ട് ഞാൻ ഈ വഴിക്ക് വന്നത്. എനിക്കറിയാം നിന്നെ കിട്ടാനായിട്ട് അവരെന്നെ വാച്ച് ചെയ്യുന്നു. വിഷ്ണു പറയും, തങ്കച്ചനെ സംശയിക്കാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കുറച്ചു ദിവസം മുമ്പ് അവൻ ഇക്കയുടെ ലോറിയില് സ്പിരിറ്റ് കടത്താൻ കൂടുന്നു എന്നോട് ചോദിച്ചതാ. ഞാൻ ഒഴിവാക്കി വിട്ടതിന്റെ പകയും അവനിൽ കാണും, അവനിപ്പം മറിഞ്ഞു നിന്ന് പണിതതാ. അപ്പൊ സുബൈർക്ക് പറയും, അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. രക്ഷപ്പെടാനായിട്ട് നീ കഷ്ടപ്പെടുമ്പോ നിന്നെ നശിപ്പിക്കാനായിട്ട് അവർ ഓരോ ദിവസവും ഓരോ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുക, അതിലൊക്കെ കൃത്യമായിട്ട് നീ വീണു പോകുന്നുണ്ടല്ലോ. വിഷ്ണു പറയും, ഈ വീഴ്ച വരാനിരിക്കുന്ന വിജയത്തിന്റെ മുന്നോടിയാ. ചെയ്തതെല്ലാം എണ്ണി എണ്ണി വീതിച്ചു കൊടുക്കുന്ന ഒരു പകയുണ്ടല്ലോ, അതിന്റെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുക. സുബൈർക്ക് പറയും, വിഷ്ണു, സാത്താമാർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് അല്ലാഹുവാ, അതിന് അവര് ഏത് ദുനിയായി ചെന്ന് പോയാലും ആ ശിക്ഷ കൊടുത്തിരിക്കും. ശിക്ഷ അതെന്തായാലും അവൻ നൽകിക്കോളും. വിഷ്ണുരും, ഇക്ക ഭൂമിയോളം താഴ്ന്നു നിൽക്കുക, ഇനിയിപ്പോ നിവർന്നു നിൽക്കാൻ ഒരു ആഗ്രഹം കാണില്ലേ? എനിക്കിപ്പോ അത് ആഗ്രഹമല്ല, എന്റെ നിവർത്തികേടാ. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഈ തല നിവർത്തി പിടിക്കുക തന്നെ ചെയ്യും. അതിൽ തടസ്സം വരുത്തുന്ന തലയെടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. സുബൈർക്കാരൻ കൂടെ ഉണ്ടാവും, ഇനി യുദ്ധത്തിനാണെങ്കിലും സമാധാനത്തിനാണെങ്കിലും പണം കൊണ്ടാണെങ്കിലും ആയുധബലത്തിനാണെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ഇതൊരു മുസൽമാന്റെ വാക്കാണ്, തല പോയാലും ഇത് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുബൈർ കടന്നു പോകും. വിഷ്ണുവിന് ധൈര്യം നൽകിയിട്ട് വിഷ്ണു ഇങ്ങനെ പകയോട് കൂടി നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് കളക്ടർ ഓഫീസിലാണ്. അവിടെയാണെങ്കിൽ സ്പിരിറ്റ് കടത്തൽ ജില്ലാ കളക്ടറുടെ ഒത്താശയോടെ വിഷ്ണു ഇങ്ങനെ ചുമന്നു പോകുന്ന ഫോട്ടോയും അങ്ങനെ ഒരുപാട് പോസ്റ്ററുകൾ അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ADMA അവിടെ വന്നിരിക്കുന്ന ന്യൂസ് പ്രവർത്തകരോട് പറയും, മേഡം വന്ന ഉടൻ തന്നെ ഒന്നും ചോദിക്കരുത്, ഇതൊക്കെ വായിക്കാനും കാണാനുള്ള സമയം കൊടുക്കണം. ഇത് കണ്ട് മാനസികമായി തകർന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വരണം, നിങ്ങളൊക്കെ തൽക്കാലം ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് മാറ്റും. അവിടെയാണെങ്കിൽ അനു വന്നിട്ടില്ല. അല്പസമയം കഴിയുമ്പോൾ അനു വന്ന് ഇതൊക്കെ കാണുമ്പോൾ അനു ഞെട്ടിപ്പോവും. സ്പിരിറ്റ് രാജാവിനെ സംരക്ഷിക്കുന്ന കളക്ടർ റാണി
അങ്ങനെ ഒരുപാടുണ്ട്. അനു വരുന്നാണുമ്പോ ജോൺ അബ്രഹാം വേഗം അവിടെ നിന്ന് മാറും. അത്രയും നേരം അതൊക്കെ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുക. എന്താ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നത്? നമ്മുടെ കളക്ടറെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അത് നോക്കി നിന്ന് രസിക്കുകയാണല്ലേ. അപ്പോഴേക്കും ശാലിനി അങ്ങോട്ട് എത്താണ്. അനു അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടാ. ഒന്നില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം കൈ ഒഴിഞ്ഞ് സഹായിച്ചിട്ടില്ലേ, നിങ്ങൾ ഇങ്ങനെ തന്നെ പെരുമാറണം. അങ്ങനെ ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇതെല്ലാം കാണാണ്. ആദ്യത്തെ ഇത് കണ്ടു തന്നെ ശാലിനി അങ്ങ് ഞെട്ടിപ്പോകും. ഇത് കാണുമ്പോ ജോൺ അബ്രഹാം അവിടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് പറയും, ആളെത്തി. ഇതൊക്കെ കണ്ട് പൊട്ടിക്കരഞ്ഞ് ആ കാറിൽ തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അമ്മ അതിൽ എഴുത്താണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ശാലിനി വന്ന് കാണുമ്പോ തന്നെ അനു അത് കീറി മാറ്റാൻ ശ്രമിക്കുമ്പോ ശാലിനി അത് തടയും. വേണ്ടനോ? അല്ല മേഡം, അത് ശാലിനി പറയും, എന്തിനാണ് ഇതൊക്കെ കീറുന്നത്? നമ്മുടെ സഹപ്രവർത്തകർക്കിടയില് ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതുകയും വരയ്ക്കുകയും ചെയ്തതല്ലേ? 4-5 ആൾക്കാർ കാണട്ടെ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, നശിപ്പിക്കണ്ട. നമ്മളിത് എടുത്തു മാറ്റിയാലേ നാളെ രാത്രി ഇതിലും കടുപ്പത്തില് എഴുതി പിടിപ്പിച്ച പടങ്ങൾ വെക്കും. കേൾക്കുമ്പോ ജോൺ വിചാരിക്കും, പണി പാളിയോ? ശാലിനി ഇടയ്ക്കിടയ്ക്ക് ജോണിനെ നോക്കുന്നുണ്ട്. ഇതിപ്പോ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ കാരണം അണിയറയിൽ ഒരുങ്ങുന്ന മറ്റു ചിത്രങ്ങൾക്ക് കൂടി റിലീസിംഗ് ഡേറ്റ് കൊടുക്കണോ? പിന്നെ ഇത്ര സ്കൂൾ കോളേജ് സംഭവങ്ങൾ കൊണ്ടൊന്നും നമ്മളെ തകർക്കാൻ പറ്റില്ലെന്ന് അവരും ഒന്ന് അറിയട്ടെ. ഇതേസമയം ജോണ് ആ പത്രക്കാരുടെ അടുത്ത് പറയും, എല്ലാ പ്ലക്കാർഡും കണ്ട് ആകെ പൊട്ടി തകർന്നു നിൽക്കല്ലേ, ഞാൻ ചെന്ന് ഒരല്പം നമ്പർ അടിച്ച് നിൽക്കാം, അപ്പോഴേക്കും വന്നേക്കണം. ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങ് നാണം കെടുത്തണം. അതെങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സുസ്മിതയുടെ കയ്യിൽ നിന്ന് തൊട്ടുകളെ എണ്ണി വാങ്ങിച്ചതല്ലേ, അതിന്റെ കുറി ഇവിടെ കാണിക്കണം. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുക. മേഡം, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്. ഈ പോസ്റ്റർ ഒട്ടിച്ചത് ഇവിടെ ആരാണെങ്കിലും ADM എന്ന നിലയിൽ ഞാൻ ആക്ഷൻ എടുത്തിരിക്കും. നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമുക്കെതിരെ കരിവാരി തയ്ക്കുന്നത് ആരാണെന്ന് അറിയണല്ലോ. 1-2 പേര് സംശയം ഉണ്ടായിരുന്നു, അവരെ പോയി കണ്ടിട്ടാ ഞാൻ വരുന്നത്. ശാലിനിക്കും ജോൺ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ജോൺ പറയും, അത് പിന്നെ മേഡം. അപ്പോഴേക്കും ഈ പത്രപ്രവർത്തകര് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുക. ഇങ്ങളത് കാണുമ്പോ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോവും മേഡം. ശാലിനി പറയും, പഴയ കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ ആവേശം അങ്ങ് സടകുടന്ന് എഴുന്നേൽക്കുക അല്ലേ? അപ്പൊ ജോൺ പറയും, അനീതി അത് എവിടെ കണ്ടാലും ഞാൻ പ്രതികരിക്കും മേഡം. അപ്പോഴേക്കും മാധ്യമ പ്രവർത്തകർ വന്നിട്ട്, മേഡം ഇതിനെക്കുറിച്ച് ജോൺ പറയും, ഒരാളും ശല്യപ്പെടുത്തരുത്, മാറി എന്നിങ്ങനെ ശാലിനിയെ കാണിക്കാൻ വേണ്ടി ഷോ കാണിക്കും. എന്നാ അവര് വീണ്ടും ചോദ്യം ചോദിക്കും, ഈ കാണിച്ചതില് എന്തെങ്കിലും സത്യം ഉണ്ടോ മേഡം? ശാലിനിക്കും, എന്ത് പറയുന്നതില് നിങ്ങൾ അതാദ്യം പറയൂ. അപ്പൊ ഒരാളേക്കും, മേഡത്തിന്റെ ഹസ്ബൻഡ് 1-ാം നമ്പർ സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ. ശാലിനിക്കും, ആരാ ഇതൊക്കെ പറയുന്നത്? അവരോടല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ടത്? എന്റെ അറിവിൽ എന്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. പിന്നെ ലോറിന്ന് പിടിച്ചെടുത്തത് എന്താ, വീഞ്ഞായിരുന്നോ മേഡം? ശാലിനി പറയും, വീഞ്ഞാണോ പാലാണോ അതോ വെറും കഞ്ഞിവെള്ളാണോ എന്നൊക്കെ അത് വെച്ചവർക്കല്ലേ അറിയാൻ പറ്റൂ. ഞാൻ ഒരാളെയും, അതിപ്പോ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും എന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് സഹായിച്ചിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്തവരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അതിവിടുത്തെ നിയമം അനുശാസിക്കുന്നതാണ്. മറ്റു ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല. അപ്പൊ അവരൊക്കെ മാഡത്തിന്റെ ഹസ്ബൻഡ് ഒളിച്ചു താമസിക്കുന്നത് മാഡത്തിന്റെ വീട്ടിൽ തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഷാനി പറയും, അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ പോലീസ് ഉള്ളത്. പോലീസിന്റെ പണി കൃത്യമായി ചെയ്ത ഒരാൾക്കും അങ്ങനെ ഒളിച്ചു കഴിയാൻ പറ്റില്ലല്ലോ. അല്ല മാഡം, പ്രതി ജില്ല ഭരിക്കുന്ന കളക്ടറുടെ ഭർത്താവുമ്പോൾ കീഴുദ്യോഗസ്ഥർക്ക് നിയമം നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അല്ലേ? ശാലിനി പറയും, ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം നിങ്ങളാരും എന്റെ കീഴുദ്യോഗസ്ഥരോ നിങ്ങളാരും ഞാൻ പറയുന്നത് കേട്ട് നിൽക്കേണ്ടവരല്ല. അപ്പൊ നിങ്ങൾക്ക് പോലീസിനെ കൂട്ടി എന്റെ വീട്ടിലേക്ക് വന്ന് പരിശോധിച്ചോ. എല്ലാം മനസ്സിൽ വെച്ചങ്ങ് വെച്ച് പിടിപ്പിക്കാതെ സത്യസന്ധമായി ഒന്ന് വന്ന് തിരക്കിയിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക. അതാണ് ചാനൽ ധർമ്മവും പത്രധർമ്മവും, അല്ലാതെ ഊഹാഭോഹങ്ങൾ എഴുതി പിടിപ്പിക്കുന്നതല്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനൊരു സ്പിരിറ്റ് ബന്ധം ഭർത്താവിൽ ആരോപിച്ച സ്ഥിതിക്ക് കുറച്ചുകാലം ലീവ് എടുത്ത് മാറി നിന്ന് കേസ് അന്വേഷണം സുഗമമാക്കുന്നതല്ലേ നല്ല നടപടി. അപ്പോ ശാലിനി പറയും, സഹോദരി ഏതാ ചാനല്? അത് പിന്നെ ശാലിനി മൈക്കിലേക്ക് നോക്കും. ശാലിനി എന്നിട്ട് പറയും, മനസ്സിലായി, പേരിന് വേണ്ടി തലപൊണ്ണാക്കണ്ട, അനിയത്തിയെ പറഞ്ഞു വിട്ടവരോട് ചെന്ന് പറഞ്ഞേക്ക്. ശാലിനി വിഷ്ണു തൽക്കാലം ഈ കസേരയിൽ നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലാന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്ന പെടാപ്പാടൊക്കെ പെടുന്നതെങ്കിൽ ചുമ്മാ സമയം കളയണ്ടെന്ന് പറഞ്ഞേക്ക്. ഒന്നുമില്ലെങ്കിലും IAS വരെ പോയതല്ലേ ഞാൻ, അതിന്റെ മഹത്വമെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഉറക്കൊഴിഞ്ഞ് പഠിച്ചതൊക്കെ വെറുതെ ആയി പോവില്ലേ എന്നിങ്ങനെ പറഞ്ഞ് ADM നോക്കി ശാലിനി അവിടുന്ന് പോകും. അയാളിങ്ങനെ തരിച്ചു നിൽക്കുക. ശാലിനി പോകുന്നാണുമ്പോ, മാഡം ഒരു മിനിറ്റ്, അടിപൊളിയായിട്ടുണ്ടത്. ഇവരെ പോലുള്ളവര് ഒരു മീഡിയയുടെയും സപ്പോർട്ടില്ലാതെ ഇങ്ങനെ നടക്കാണ്. വിക്ടർ ചാനലേ, ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. മാഡത്തിനെയും മാഡത്തിന്റെ ഹസ്ബൻഡിനെയും മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് കളിക്കുന്ന കളിയാണിത്. ഇത് കണ്ടൊന്നും മാഡം തളരരുത്. മാഡത്തിനോടൊപ്പം ആരും ഇല്ലെങ്കിലും ഞങ്ങൾ സഹപ്രവർത്തകരുണ്ട് മാഡം. ശാലിനി എല്ലാം കേട്ടുന്നിട്ട് പറയും, മിസ്റ്റർ ജോൺ അബ്രഹാം, ഒരു 2 മിനിറ്റ് കഴിയുമ്പോ നിങ്ങൾ എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. ഷാർപ്പ് 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് ശാലിനി ഒന്ന് പോവാണ്. ജോൺ വിചാരിക്കും എന്തായിരിക്കും എന്ന് പറഞ്ഞ് ശാലിനി പോയി കഴിഞ്ഞാല്
പിന്നാലെ പോകുന്നുണ്ട്. ശാലിനി അവിടെ കസാരയിൽ ചെന്നിരുന്ന് 2 മിനിറ്റ് കഴിയുമ്പോ ജോൺ അങ്ങോട്ട് വരും. അനുണ്ട് അവിടെ. അങ്ങനെ ശാലിനി ചോദിക്കും എത്ര കൊടുത്തു എല്ലാവർക്കും കൂടെ. ശാലിനി ഇപ്പൊ ഫോണിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ജോൺ ചോദിക്കും മേഡം എന്താ ഉദ്ദേശിച്ചത്? ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ജോണിന് നന്നായിട്ട് അറിയാം. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ലെന്നാ പറയാറ്. ചെറുപ്പത്തിൽ നമ്മൾ കാണിക്കുന്ന ഏത് തരം തറപ്പരിപാടികളും നമ്മൾ വലുതായി ഏത് പൊസിഷനിൽ എത്തിയാലും ചിലരിൽ നിന്ന് അതങ്ങ് ഒഴിഞ്ഞു പോവില്ല. ഇവിടെ ഇപ്പൊ കണ്ടതും അത് തന്നെയാണ്. അല്ല ജോൺ അഭിനയം പഠിച്ചിട്ടുണ്ടോ? ഇല്ല മാഡം. ശാലിനി പറയും ചെറിയൊരു ഏകാംഗ നാടകത്തെങ്കിലെങ്കിലും അഭിനയിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഇത്ര തന്റെ അടുത്തോടുകൂടി ഇങ്ങനെ നിന്ന് ഫലിപ്പിക്കാനാവില്ല. അതാ പറഞ്ഞത്. യു ആർ എ വെരി ഗുഡ് ആക്ടർ. സിനിമയിലൊന്ന് ട്രൈ ചെയ്യ്, നല്ല ഭാവി ഉണ്ടാവും. ജോൺ പറയും മാഡം തെറ്റിദ്ധരിച്ചിരിക്കുക. ശാലിനി പറയും ഒരു തെറ്റിദ്ധാരണയില്ല ജോൺ. പുറത്തു വെച്ചിരിക്കുന്ന ചിത്രങ്ങളും പോസ്റ്റുകളും അടക്കം എന്നെ തേജോവധം ചെയ്യാനെത്തിയ ഈ ചാനൽ പ്രവർത്തകരെ അടക്കം ജോൺ സംഘടിപ്പിച്ചതാണ്. ജോൺ ഞെട്ടും എങ്കിലും പറയും മാഡം ഞാൻ സംഗതി മാഡത്തിന്റെ കീഴുദ്യോഗസ്ഥനായിരിക്കാം. പക്ഷെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ വ്യക്തമായ തെളിവോടെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിൽ ശാലിനിയെ ആ മേശയുടെ മുകളിൽ കൈ രണ്ടും അടിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചോളാം. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങളും സഹിക്കേണ്ടി വരും. ആൾക്കൂട്ടത്തില് എന്റെ മുന്നിൽ നിന്നിരുന്ന റിപ്പോർട്ടറിന്റെ നെയിം ബോർഡ് പേര് കാണാവുന്ന നിലയിൽ ആയിരുന്നില്ല. പക്ഷെ ജോണിനത് കൃത്യമായി മനസ്സിലാവുകയും വായിക്കുകയും പറയുകയും ചെയ്തു. വിഗ്നസ് ചാനലിന്റെ റിപ്പോർട്ടറാണെന്ന്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ജോൺ തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ടറെ കൊണ്ടുവന്നതല്ലേ? ജോൺ അങ്ങ് ഞെട്ടും. ആർക്കു വേണ്ടി? ആര് പറഞ്ഞിട്ട്? എല്ലാത്തിനും ജോൺ അബ്രഹാമിന്റെ കയ്യിൽ ഉത്തരവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ജോൺ പറയില്ല. കാരണം ജോൺ ദൈവത്തെ പോലെ കരുതുന്ന ആളാണ്. ജോണിനെ കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിപ്പിച്ചത്. അവർക്കെതിരെ ജോൺ ചെറുവിരൽ പോലും അനക്കില്ലെന്ന് എനിക്കറിയാം. ഇനി ഇത് ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? കാര്യം വളരെ സിമ്പിളാണ്. ഞാൻ പഠിച്ചതും എന്നെ ഇവിടെ ഇരുത്തുന്നതും 3 അക്ഷര IAS. ആ 3 അക്ഷരങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടിന്റെയും ഉറക്കമൊഴിച്ചതിന്റെയും പട്ടിണിയുടെയും ഫലമുണ്ട് ജോൺ. അതാർക്കും അങ്ങനെ ചവിട്ടി മതിച്ച് കടന്നു കളയാനൊന്നും ആവില്ല. ഒന്നുമില്ലെങ്കിലും ഇതുവരെ എത്തിയതല്ലേ ഞാൻ. അപ്പൊ പിന്നെ ഇതുപോലൊരു തെരുവ് നാടകത്തിന്റെ വില പോലും ഇല്ലാത്ത കോമാളിത്തരം കണ്ടിട്ട് മനസ്സിലാവില്ലെന്ന് വന്നാ പിന്നെ രാജിക്കത്ത് എഴുതി വെച്ച് വീട്ടിൽ പോയിരിക്കുന്നതല്ലേ നല്ലത്. വാങ്ങിക്കുന്ന കാശിനോടും തിന്നുന്ന ചോറിനോടും ഒരല്പം കൂടുണ്ടെങ്കിൽ അന്തസ്സായി ജോലി നോക്കി മുന്നോട്ട് പോവാൻ നോക്ക്. ഇനി മേലിൽ പഴയ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ കുരുട്ടുബുദ്ധിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. വന്നാൽ ഇപ്പൊ ഇരിക്കുന്ന ആ കസേരയിലെ വേറെ ആൺപിള്ളേര് വന്ന് കയറി ഇരുന്നെന്ന് വരും. ജോൺ നിന്ന് ഉരുകണേ. ശാലിനി പറയും പൊക്കോ. ജോൺ വേഗാർന്നു പോകും. ഇത് കാണുന്ന അനു പറയും ആ പോക്ക് അത്ര ശരിയായ നല്ല പോക്കല്ലല്ലോ മാഡം. ശാലിനി പറയും ചന്ദ്രബോസിന്റെയും സുസ്മിതയുടെയും ബലത്തിലായിരുന്നു ഈ കളി. ഇനി കുറച്ചു നാളത്തേക്കൊന്ന് അടങ്ങി നിൽക്കും. ഇല്ലെങ്കിൽ വേറെ വഴി നോക്കാം. ബെൽറ്റ് ഇട്ട് നിന്നില്ലെങ്കിൽ പിന്നെ ചങ്ങലപ്പൂട്ടിടാതെ നിവർത്തിയില്ലല്ലോ. ശത്രുക്കൾ ജയിച്ച് മുന്നേറുകയാണല്ലോ. വിഷ്ണുവേട്ടനെ ബലിയേടാക്കിയത് എന്നെ തളർത്താൻ വേണ്ടി തന്നെയാ. ഇവൻ ഹംസമാ. ഇപ്പൊ ദൂതമായിട്ടങ്ങ് ചെല്ലും. അറിയട്ടെ, ഇതുകൊണ്ടൊന്നും ശാലിനിയെ തളർത്താൻ കഴിയില്ലെന്ന് എല്ലാവരും അറിയട്ടെ എന്നിങ്ങനെ പറഞ്ഞ നല്ല തന്റെ അടുത്തോടു കൂടെ ഇരിക്കുന്ന ശാലിനിയെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്